ഹായ് ഫ്യൂച്ചർ ഡോക്ടേഴ്സ്, ഹൗ ടു ഗെറ്റ് അഡിക്റ്റഡ് ടു സ്റ്റഡിങ് അല്ലേ? അഡിക്റ്റഡ് ടു സ്റ്റഡിങ്ങിനേക്കാളും കൂടുതൽ ഐ വോണ്ട് ടു ടെൽ യു അബൌട്ട് ഹൗ ടു ഫോക്കസ് ആൻഡ് ഹൗ ടു റിവൈസ് എഫക്റ്റീവ്ലി. നിങ്ങളിപ്പോൾ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന പ്രോബ്ലം അതാണ്. ദാറ്റ് ഇസ്, നിങ്ങൾക്ക് ഒരു പ്രാവശ്യം പഠിച്ചത് ഓർത്തെടുക്കാൻ പറ്റുന്നില്ല, മറന്നു പോകുന്നു, റിവിഷൻസിന് സമയം കണ്ടെത്താൻ പറ്റുന്നില്ല, ആൻഡ് ഓൾസോ ഫോക്കസിൻ്റെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, നിങ്ങളുടെ ഓവർ തിങ്കിങ്ങും ടെൻഷനും കൊണ്ട്. സോ ശരിക്കും ഈ ടോപ്പേഴ്സ് ഒക്കെ എന്താണ്, സൂപ്പർ ഹ്യൂമൻസ് ആണ്. ഇവരെങ്ങനെയാണ് ഇത് ചെയ്തത് അല്ലേ? സോ യു വിൽ ബി തിങ്കിങ്, എങ്ങനെയാണ് ഇവർ പഠിച്ച്, ഞാൻ ഇവരെ പോലെ തന്നെയാണല്ലോ പഠിക്കുന്നത്, ഇത്രയും അവേഴ്സ് ഒക്കെ ഞാൻ പഠിക്കുന്നുണ്ടല്ലോ. സോ ആർ ദേ ലൈക്ക് സൂപ്പർ ഹ്യൂമൻസ് ഓർ ഹൗ ഡിഡ് ദേ ഡു ഇറ്റ്? സോ അവർ സൂപ്പർ ഹ്യൂമൻസ് ഒന്നും അല്ല, ദേ ആർ ജസ്റ്റ് നോർമൽ ഹ്യൂമൻസ് ഹു വർക്ക് വിത്ത് എ പ്ലാൻ. അവർ നല്ലൊരു സിസ്റ്റം ഉണ്ടാക്കി, ഒരു പ്ലാൻ ഉണ്ടാക്കി, അതിൽ സ്റ്റിക്ക് ഓൺ ചെയ്തു. So they are not the ones who studied for longer hours, but they did the smarter learning methods. അപ്പോൾ നമുക്ക് കുറച്ച് സ്മാർട്ട് ലേണിംഗ് മെത്തേഡ്സ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ? മേ ബി ഇറ്റ് വിൽ വർക്ക് ഔട്ട് ഫോർ യു. ഐ ഹോപ്പ് ദിസ് വീഡിയോ വിൽ ബി യൂസ്ഫുൾ ഫോർ യു. സോ ഫസ്റ്റ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഒരു സയൻറ്റിഫിക് ഇഫക്റ്റ് ആണ്, ദാറ്റ് ഈസ് സൈഗർനിക് ഇഫക്റ്റ്. ഈ സൈഗർനിക് ഇഫക്റ്റിൽ എന്താ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, യുവർ ബ്രെയിൻ റിമെമ്പേഴ്സ് ദ അൺഫിനിഷ്ഡ് ടാസ്ക്. അതായത് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പം അത് ഫുള്ളായിട്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്തില്ലെങ്കിൽ അതിൽ അയ്യോ ഇത് തീർന്നിട്ടില്ലല്ലോ, ഇത് കംപ്ലീറ്റ് അല്ലോ എന്നുള്ളത് നമ്മുടെ ബ്രെയിൻ നമ്മളിങ്ങനെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കും. നമ്മൾ പല കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്കിത് പറ്റാറുണ്ട്. അപ്പം ഈ സ്റ്റഡിങ്ങിൽ ഇത് അപ്ലൈ ചെയ്യുന്നത് കുറേ പേർക്കൊക്കെ ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. അപ്പോൾ എന്ന് വെച്ചിട്ട് ഒരു കാര്യം പഠിച്ച് നമ്മൾ ഹാഫ് വേ ത്രൂ നിർത്തണം എന്നല്ല. നമ്മൾ പോമോഡോറോ മെത്തേഡൊക്കെ ട്രൈ ചെയ്യില്ലേ? നമ്മൾ ഒരു 10 മിനിറ്റ്സ് വായിക്കുന്നു, 5 മിനിറ്റ് ബ്രേക്ക് എടുക്കുന്നു. അപ്പോൾ നമ്മൾ ആ 10 മിനിറ്റ്സ് വായിക്കുന്ന സമയത്ത് മേക്ക് ഷുവർ ദാറ്റ് യു ലീവ് സംതിങ്. നിങ്ങളൊരു ടോപ്പിക്ക് പഠിക്കുകയാണ്, സപ്പോസ് യു ആർ ലേണിംഗ് സ്റ്റേജസ് ഓഫ് എംബ്രിയോ ഡെവലപ്മെൻറ്റ്. അപ്പോൾ നിങ്ങളതൊരു ഹാഫ് വേ ത്രൂ വായിച്ചിട്ട് ആ ലാസ്റ്റ് സ്റ്റേജ് ഒന്ന് പെൻഡിങ് ആക്കിയിട്ട് ചെറിയൊരു ബ്രേക്ക് എടുക്കുക. സോ യു വിൽ ബി ലൈക്ക്, ഞാൻ ലാസ്റ്റ് പാർട്ട് വായിച്ചിട്ടില്ല. സോ യുവർ ബ്രെയിൻ വിൽ ട്രൈ ടു റിമെമ്പർ അതിന് മുമ്പുള്ളത് എന്തായിരുന്നു, അതിന് മുമ്പുള്ള പാർട്സ് എന്തായിരുന്നു, ഞാൻ എവിടെ വരെയാണ് വായിച്ചത്. അത് നിങ്ങൾക്ക് ഈ പോമോഡോറോ മെത്തേഡിലൂടെ ഒന്ന് മിക്സ് ചെയ്ത് ട്രൈ ചെയ്ത് നോക്കാം. സൈഗർനിക് ഇഫക്റ്റ്, അതായത് യുവർ ബ്രെയിൻ ട്രൈസ് ടു റീകോൾ ദ അൺഫിനിഷ്ഡ് ടാസ്ക്. അപ്പം എന്തെങ്കിലുമൊക്കെ നമ്മൾ അൺഫിനിഷ്ഡ് ആയിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ആ ടോപ്പിക്ക് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് റീകോൾ ചെയ്ത് എന്താ പറയുക, നമ്മുടെ ബ്രെയിൻ അത് നമ്മളെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കും. ഇതൊന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. മേ ബി ഇറ്റ് വിൽ വർക്ക് ഔട്ട് ഫോർ യു. പിന്നെ ഏറ്റവും കൂടുതൽ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, റിവിഷൻ എങ്ങനെ ചെയ്യും? മീൻസ് എത്ര നോക്കിയിട്ടും എനിക്ക് റിവിഷൻ ചെയ്യാൻ സമയം കിട്ടുന്നില്ല. അപ്പം റിവിഷൻസ് ആർ നോട്ട് അബൌട്ട് റീഡിങ്. നമ്മൾ റിവിഷൻ എന്ന് പറയുമ്പോൾ ഒരു ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞു, കുറച്ച് നാൾ കഴിഞ്ഞ് അതെടുത്തിട്ട് ഒന്നും കൂടെ ആദ്യം മുതൽ വായിക്കുക. റിവിഷൻസ് ആർ നോട്ട് ഓൾവേസ് അബൌട്ട് റീഡിങ് എന്നുള്ളത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. റിവിഷൻ ക്യാൻ ബി എനിത്തിങ്. നോ, റിവിഷൻ ക്യാൻ ബി യു എക്സ്പ്ലെയിനിങ് എ ചാപ്റ്റർ ടു സമൺ. നിങ്ങളൊരു ചാപ്റ്റർ പഠിച്ചു, എന്നിട്ട് അത് നിങ്ങളൊരു 3-ാമത്തെ ദിവസം ആ ചാപ്റ്റർ നിങ്ങളുടെ ഒരു ഫ്രണ്ടിനെ വിളിച്ചിട്ട്, എടാ ഞാൻ ഈ ചാപ്റ്റർ പഠിച്ചില്ല, ഞാനിതൊന്ന് നിനക്ക് പറഞ്ഞു തരട്ടെ എന്നുള്ള രീതിയിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ടിന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുകയാണ്. സോ ദാറ്റ് ഈസ് ഓൾസോ എ റിവിഷൻ. അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഫ്രണ്ട് ആ ചാപ്റ്ററിൽ നിങ്ങളൊരു ഡൗട്ട് ചോദിച്ചു, യു ആർ എക്സ്പ്ലെയിനിങ് എവറിത്തിങ് ടു ദാറ്റ് ഫ്രണ്ട്. അപ്പോൾ നിങ്ങൾക്കത് പ്രോപ്പറായിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ഓൾസോ എ റിവിഷൻ. അപ്പോൾ റിവിഷൻ ക്യാൻ ബി എനി ഓഫ് ദിസ്. റിവിഷൻ ക്യാൻ ബി ആൻ ആക്റ്റീവ് റീകോൾ. ഇപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ പറയാൻ ആരും ഇല്ലെങ്കിൽ, നിങ്ങളൊരു ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞിട്ട് കുറച്ച് നമ്പർ ഓഫ് അവേഴ്സ് കഴിഞ്ഞ് നിങ്ങൾ ആ പഠിച്ച കാര്യങ്ങൾ ഒരു പേപ്പർ എടുത്തിട്ട്, ഒരു പീസ് ഓഫ് പേപ്പർ എടുത്തിട്ടോ എല്ലാം ഒന്ന് ലിസ്റ്റ് ഡൗൺ ചെയ്ത് നോക്കുക. ഫുൾ ചാപ്റ്റർ എഴുതി വെക്കാനല്ല ഞാൻ പറയുന്നത്. ഒരു ഫ്ലോയിൽ എന്തായിരുന്നു ഈ ചാപ്റ്ററിൻ്റെ ഒരു ഫ്ലോ, ചാപ്റ്റർ ഔട്ട്ലൈൻ നമ്മൾ എഴുതില്ലേ, അതേപോലെ എന്തൊക്കെയാണ് ഓരോ ടോപ്പിക്കുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ചെറിയ ഇതിൽ ഏറ്റവും കൺസൈസ് ആയിട്ട് എഴുതിയാൽ മതി. സോ അതിൽ നിങ്ങൾ എന്നിട്ട് ഒന്നും കൂടി നോക്കുക. പിന്നെ ചാപ്റ്റർ ബുക്ക് തുറന്ന് നോക്കുമ്പോൾ എന്തെങ്കിലും മിസ് ഔട്ട് ആയിട്ടുണ്ടെങ്കിൽ യു ഹാവ് നോട്ട് ഗോട്ട് ഇറ്റ്. സോ റിവിഷൻ ഇസ് നോട്ട് അബൌട്ട് റീഡിങ് ദി എൻറ്റയർ ചാപ്റ്റർ ഓൾ അറ്റ് വൺസ്. ബിക്കോസ് മക്കളെ, ഒരിക്കലും ആ എൻറ്റയർ ചാപ്റ്ററിൻ്റെ വേർഡ് ബൈ വേർഡ് ആയിട്ട് നമുക്ക് ഓർത്തിരിക്കാൻ പറ്റില്ല. അത് ഹ്യൂമൻലി പോസിബിൾ അല്ല. നമ്മൾ റോബോട്ട്സ് അല്ലല്ലോ. സോ ഇറ്റ്സ് ഓക്കെ. പക്ഷേ ആ ചാപ്റ്ററിലെ മെയിൻ കണ്ടൻസ് എന്താണ് ഞാൻ പഠിച്ചത്, ചാപ്റ്റർ ഔട്ട്ലൈൻ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് എപ്പോഴും റീകോൾ ചെയ്യാൻ പറ്റിയാൽ മതി. ദാറ്റ് ഈസ് ദ ബെസ്റ്റ് റിവിഷൻ. പിന്നെ ഒരു കാര്യം, ഇനി നിങ്ങൾക്ക് അങ്ങനെ റീകോൾ ചെയ്യാനും എഴുതി വെക്കാനുള്ള സമയമില്ലെങ്കിൽ, നിങ്ങൾക്ക് അങ്ങനെ പഠിപ്പിച്ചു കൊടുക്കാൻ ആരുമില്ലെങ്കിൽ, നിങ്ങളുടെ ഫോൺ എടുക്കുക, റെക്കോർഡ് ചെയ്യുക, ഒരു ഓഡിയോ റെക്കോർഡ് ചെയ്യുക. ഞാനിപ്പോൾ ഈ ചാപ്റ്റർ പഠിച്ചു, സെക്ഷൽ റീപ്രൊഡക്ഷൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ്, ഇതിൽ ഞാൻ ഇന്ന ടോപ്പിക്സ് ആണ് പഠിച്ചത്, ഇതെന്താണെന്നുള്ളത് നിങ്ങളൊരു ഓഡിയോ ആയിട്ട് പറഞ്ഞു നോക്കുക. നിങ്ങൾ ഓൾറെഡി ഒരുപാട് പേര് ഇതൊക്കെ ചെയ്യുന്നവരായിരിക്കും. എന്നിട്ട് ആ ഓഡിയോ റെക്കോർഡിങ് കേട്ട് നോക്കുക. അത് കേട്ട് നോക്കുമ്പം അതിലെന്താണ് മിസ്സായത്. സോ ദാറ്റ് മീൻസ് നിങ്ങൾക്ക് ആ ചാപ്റ്ററിൽ ആ ഭാഗം ക്ലിയർ അല്ല. സോ യു ഗോ ബാക്ക് ആൻഡ് ലേൺ ദാറ്റ്. അല്ലെങ്കിൽ ഇനി ഈ ഓഡിയോ നോട്ട്സിനെ നിങ്ങൾക്ക് പിന്നീട് നിങ്ങളുടെ റെഫറൻസ് നോട്ട്സ് ആയിട്ട് ഉപയോഗിക്കാം. ഏതെങ്കിലും ടെസ്റ്റിനൊക്കെ മോക്ക് എക്സാമിനൊക്കെ പോകുന്നതിന് മുമ്പ് ഇത് തന്നെ നിങ്ങൾക്ക് വീണ്ടും കേട്ട് നോക്കാം. ദാറ്റ് വിൽ ഓൾസോ ബി ഹെൽപ്ഫുൾ ഫോർ യു. അങ്ങനെ നോക്കാം. പിന്നെ നമ്മൾ ചെയ്യുന്നൊരു മിസ്റ്റേക്കാണ്, ഇപ്പം നമ്മളൊരു സ്റ്റഡി ഷെഡ്യൂൾ ഇട്ടു, നമ്മൾ സ്റ്റഡി പ്ലാൻ ഒക്കെ ഇട്ടു, അതിൽ നമുക്ക് ബ്രേക്ക്, റിലാക്സേഷനൊക്കെ ടൈം ഉണ്ട്. അപ്പം നമ്മുടെ മൈൻഡ് എപ്പോഴും ഇരിക്കുക, നമുക്കതിൽ ഏറ്റവും ഇഷ്ടമുള്ളത് എന്താ, റിലാക്സ് ചെയ്യാൻ. അപ്പോൾ ഞാൻ 1 hour പഠിക്കും, പിന്നെ ഞാൻ റിലാക്സ് ചെയ്യും. അപ്പോൾ റിലാക്സേഷനിലേക്കാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ എങ്ങനെയെങ്കിലുമൊക്കെ 1 hour പഠിച്ച് തീർത്തു, നമ്മൾ ഒന്നും കൂടെ നോക്കി, ക്വസ്റ്റ്യൻ
ക്വസ്റ്റ്യൻസ് ചെയ്തു, ഉടനെ തന്നെ നമ്മൾ സ്വിച്ച് ചെയ്യാണ്. ബ്രെയിനിനെ അപ്പം തന്നെ നമ്മുടെ ഫേവറേറ്റ് ആക്ടിവിറ്റിയിലേക്ക് സ്വിച്ച് ചെയ്യാണ്. നമ്മൾ ഫോൺ എടുത്ത് റീൽസ് നോക്കുന്നു. റീൽസ് കാണുമ്പോൾ നമുക്കത് കുറച്ച് ഗുഡ് ഫീലിംഗ് ഒക്കെ തരും, കുറച്ച് നല്ല കാര്യങ്ങളൊക്കെ ഹോർമോൺസ് ഒക്കെ റിലീസ് ആവും. അപ്പോൾ നമുക്ക് ഇങ്ങനെ കുറച്ച് കെമിക്കൽസ് ഒക്കെ റിലീസ് ആവുന്നതുകൊണ്ട് വി ഫീൽ ലൈക്ക് ഡൂയിങ് ഇറ്റ് ഓവർ ആൻഡ് അഗൈൻ. നമ്മളിങ്ങനെ കണ്ടുകൊണ്ടേയിരിക്കും. പക്ഷേ അപ്പോൾ നമ്മൾ അത്രയും നേരം വളരെ പ്രൊഡക്റ്റീവായിട്ട് പഠിച്ച നമ്മുടെ ആ സ്റ്റഡി അവറിലെ നമ്മൾ ആ ഓർമ്മിക്കാൻ ആവശ്യമുള്ള കാര്യം, വാട്ട് യു ആക്ച്വലി ഹാവ് ടു റിമെമ്പർ ഇസ് വാട്ട് യു ലേൺഡ്. പക്ഷേ നിങ്ങളിപ്പോൾ ബ്രെയിനിന് ഫീഡ് ചെയ്ത് കൊടുക്കുന്നത് എൻ്റെ ഫേവറേറ്റ് ആക്ടിവിറ്റി ഇതാണ്, ബ്രെയിനെ എനിക്ക് റീൽസ് കാണാനാണ് ഇഷ്ടം, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ കഷ്ടപ്പെട്ട് പഠിച്ചത് ഇത്രയും സമയം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ബ്രെയിൻ അതാണ് എടുത്തു വെക്കുന്നത്. സോ വാട്ട് യു ഹാവ് ടു ഡു, യു ഹാവ് ടു ടെൽ യു ബ്രെയിൻ ഇതല്ല ഇമ്പോർട്ടൻറ്റ്, എനിക്ക് ഇമ്പോർട്ടൻറ്റ് ഞാനിപ്പോൾ പഠിച്ച കാര്യം ഓർക്കുക എന്നുള്ളതാണ്. സോ നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു സ്റ്റഡി അവർ കഴിഞ്ഞ് ഇമ്മീഡിയറ്റ്ലി നമ്മൾ ആ ബ്രേക്കിൻ്റെ സമയത്ത്, ബ്രേക്ക് എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്ന സമയത്ത് ഇമ്മീഡിയറ്റ്ലി മറ്റൊരു ആക്ടിവിറ്റിയിലേക്ക് സ്വിച്ച് ചെയ്യാണ്ടിരിക്കുക. സ്റ്റേ വിത്ത് ദ ടോപ്പിക് ഫോർ സം ടൈം. ലൈക്ക് ഇതിലും നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും മെത്തേഡ് ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങളൊരു വാക്കിന് പോവാണ്, ഇപ്പം ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ നേരെ ആ ചാപ്റ്ററിൻ്റെ ഓഡിയോ നോട്ട്സ് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കേട്ടുകൊണ്ട് നടക്കാം. സോ അത് നിങ്ങളുടെ ബ്രേക്കുമാണ്. യു ആർ സ്റ്റിൽ ഇൻ ടച്ച് വിത്ത് ദ ടോപ്പിക്. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ല, ഏതെങ്കിലും ഫ്രണ്ടിനെ വിളിക്കുക, ആരെങ്കിലും വിളിച്ചിട്ട് അതൊന്ന് പറഞ്ഞു കൊടുക്കുക, ഞാൻ ഇതാണ് പഠിച്ചത് ഈ ഒരു സമയത്ത്. സോ ഇൻസ്റ്റെഡ് ഓഫ് യൂസിങ് യുവർ ബ്രേക്ക് ഫോർ ഇമ്മീഡിയറ്റ്ലി സ്വിച്ചിങ് ഇൻ ടു അനദർ ആക്ടിവിറ്റി, യു ആർ സ്റ്റേയിങ് ഇൻ ടച്ച് വിത്ത് ദ ടോപ്പിക്. അപ്പോൾ കുറച്ചും കൂടി സമയം ആ ടോപ്പിക്ക് നിങ്ങളുടെ തലയിൽ നിൽക്കുകയാണ്. ബ്രെയിനോട് നിങ്ങൾ പറയുന്നത് ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, ഇത് ഓർത്ത് വെക്കണം എന്നുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞത്, നമ്മൾ ബ്രേക്ക് എടുക്കുന്ന സമയത്ത് നമ്മൾ ഉടനെ തന്നെ മറ്റൊരു ആക്ടിവിറ്റി, എസ്പെഷ്യലി സോഷ്യൽ മീഡിയയിലേക്കൊക്കെ സ്വിച്ച് ചെയ്യാതെ നമ്മൾ ആ ചാപ്റ്ററുമായിട്ട് ടച്ച് ചെയ്തിട്ടില്ല എന്തെങ്കിലും ഒരു വീഡിയോ കണ്ടു നോക്കുക. ജസ്റ്റ് ഓപ്പൺ യൂട്യൂബ്, എന്നിട്ട് ഇപ്പോൾ നിങ്ങൾ പഠിച്ച ചാപ്റ്റേഴ്സ്, യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സ്, വൺ ഷോർട്ട് റിവിഷൻ, ചുമ്മാ നിങ്ങളത് ഫുള്ളായിട്ടിരുന്ന് കേൾക്കണമെന്നോ അപ്പോൾ ഒന്നും കൂടെ ആ ചാപ്റ്റർ പഠിക്കണമെന്നോ അല്ല ഞാൻ പറയുന്നത്. ആ ഓഡിയോ ഒന്ന് കേട്ട് നോക്കുക. യു ആർ സ്റ്റിൽ ഇൻ ടച്ച് വിത്ത് ദ ടോപ്പിക്. അപ്പോൾ കുറച്ച് നേരം കൂടി അത് നമ്മുടെ ബ്രെയിനിൽ റിറ്റെയിൻ ചെയ്യും, നമുക്കത് ഓർത്ത് വെക്കാൻ പറ്റും. പിന്നെ ഒരു കാര്യമാണ് റിവിഷൻസ്. ഈ റിവിഷൻസ് നമ്മളൊരു ടോപ്പിക്ക് പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്താണെങ്കിലും ഒരു നെക്സ്റ്റ് 24 hours ഉള്ളിൽ 70% ഓഫ് ദാറ്റ് ടോപ്പിക് മറന്നു പോകും. അത് സയൻറ്റിഫിക്കലി പ്രൂവൺ ആയിട്ടുള്ള കാര്യമാണ്. നമുക്ക് ഓർമ്മയൊന്നും ഉണ്ടാവില്ല, എസ്പെഷ്യലി പഠിക്കുന്ന കാര്യം. ഓക്കെ, നമ്മളിപ്പോൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ച കുറേ മാത്തമാറ്റിക് ഇക്വേഷൻസ് നമ്മൾ പഠിച്ചിട്ടില്ലേ? ഓക്കെ, ഇംഗ്ലീഷിൽ നമ്മൾ എത്ര പോയംസും ഒക്കെ പഠിച്ചു. ഏതെങ്കിലും ഒരു പോയം നമുക്ക് ഫുള്ളായിട്ട് ഇപ്പം റീകോൾ ചെയ്യാൻ പറ്റും. നമ്മൾ എത്രയോ മണിക്കൂറുകൾ ഇരുന്ന് കാണാപ്പാഠം പഠിച്ച പോയംസും സ്റ്റോറീസും ഒക്കെ ഉണ്ടാവും. ഹിസ്റ്ററിയിലെ ഏതെങ്കിലും ചാപ്റ്റർ എത്രയോ വർഷങ്ങൾ നമ്മൾ കാണാപ്പാഠം പഠിച്ചിട്ടുണ്ടാവും. നമുക്കിപ്പോൾ അത് ഓർമ്മയുണ്ടോ? റൈറ്റ്, വി ഡോണ്ട് റിമെമ്പർ എനിത്തിങ് ബിക്കോസ് വി ഡോണ്ട് റീകോൾ. നമുക്കറിയാം ഇത് ഈ ബോർഡ് എക്സാമിന് എഴുതി മാർക്ക് മേടിക്കാൻ വേണ്ടി മാത്രമുള്ള സാധനമാണ്. സോ അതങ്ങനെ ഓർത്ത് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. സോ അതേപോലെ തന്നെയാണ് നമ്മളിപ്പോൾ പഠിക്കുന്ന കാര്യങ്ങൾ. നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഈ 24 hours നമ്മളത് മറന്നു. ലൈക്ക് 70% മറന്നു, ബാക്കി കുറച്ച് ഓർമ്മയുണ്ടാവുള്ളൂ. നമുക്കത് എങ്ങനെ ഓർപ്പിക്കാം? അപ്പോൾ ആഫ്റ്റർ ദ നെക്സ്റ്റ് 24 hours, അത് ആഫ്റ്റർ 1 day നമ്മൾ ആ ചാപ്റ്റർ ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ, മിസ് ഈ പറഞ്ഞ പോലെ ഒരു ചെറിയ പീസ് ഓഫ് പേപ്പർ എടുത്തിട്ട് ഫുൾ ചാപ്റ്റർ വായിക്കണം എന്നല്ല ഞാൻ പറയുന്നത്. ഞാൻ നിങ്ങളൊരു ചാപ്റ്റർ പഠിച്ചു, നാളെ നമ്മൾ എടുത്തിട്ട് അതിൻ്റെ ആ ഫുൾ ഫ്ലോ ഒന്ന് എഴുതി നോക്കുക. അല്ലെങ്കിൽ ആർക്കെങ്കിലും അതൊന്ന് പറഞ്ഞു കൊടുക്കുക. അല്ലെങ്കിൽ ആരുടെയെങ്കിലും അതിലൊരു ഡൗട്ട് ക്ലിയർ ചെയ്ത് കൊടുക്കുക. വെറുതെ ഫ്രണ്ട്സിനോട്, എടാ നിനക്ക് ഈ ചാപ്റ്ററിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ, ഞാനിതിപ്പോൾ പഠിച്ചിട്ടുണ്ട്, ഞാൻ പറഞ്ഞുതരാം, പറഞ്ഞു കൊടുക്കുക. നമ്മൾ മറ്റുള്ളവരെ പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ നമ്മളത് ഏറ്റവും സിമ്പിൾ വേർഡ്സിൽ പറഞ്ഞു കൊടുക്കാൻ ശ്രമിക്കും. അപ്പോൾ നമ്മൾ ഏറ്റവും നന്നായിട്ട് ആ ചാപ്റ്റർ മനസ്സിലാക്കും. അതാണ് ഏറ്റവും ബെസ്റ്റ് മെത്തേഡ്. ബീയിങ് എ ടീച്ചർ യുവർ സെൽഫ്, ബീയിങ് എൻ എഡ്യൂക്കേറ്റർ യുവർ സെൽഫ്. നിങ്ങൾ മറ്റുള്ളവർക്ക് ആ ടോപ്പിക്ക് പഠിച്ച് പറഞ്ഞു കൊടുക്കുക. അതാണ് ഏറ്റവും നല്ലത്. അതിന് നമുക്ക് വേണ്ടത് എന്താണ്? ഒരു ലേണിംഗ് പാർട്ട്ണർ വേണം. നമ്മുടെ കൂടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ എപ്പോഴും ഒരു ലേണിംഗ് പാർട്ട്ണർ കൂടുതൽ നല്ലതാണ്. ഇനി അത് പറ്റാത്തവർക്ക്, നിങ്ങൾ മറ്റ് സംസാരങ്ങളിൽ ഡിസ്ട്രാക്റ്റഡ് ആയി തോന്നുകയാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഈ ഫോൺ വെക്കുക, ഫോണിൻ്റെ റെക്കോർഡിങ്ങിൽ ചുമ്മാ വോയിസ് നോട്ട്സ് റെക്കോർഡ് ചെയ്ത് വെക്കുക. അത് വെച്ചിട്ട് നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് റിവൈസ് ചെയ്യാനും പറ്റും. അപ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പം ആ 1 day ആഫ്റ്റർ നമ്മൾ അതിങ്ങനെ ഒന്ന് ഫ്ലോ ഓർത്ത് നോക്കുമ്പോൾ നമ്മുടെ ആ 70% ഇല്ലേ, അത് 10% ആയിട്ട് കുറയും. അപ്പോൾ നമുക്ക് കുറേയൊക്കെ ഓർത്ത് വെക്കാൻ പറ്റും. പിന്നെ ഒരു 3 ദിവസം കഴിയുമ്പോൾ ഒന്നുകൂടെ ഒന്ന് ഓർത്ത് വെക്കുക. പിന്നെ ഒരു ആഴ്ചയുടെ എൻഡിൽ, വീക്ക് എൻഡിൽ ചുമ്മാ അതിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്ത് വെക്കുക. ഇങ്ങനെയാണ് നമ്മൾ ഓരോ സബ്ജക്റ്റും റിവൈസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ പറയും, മിസ്സേ ഞങ്ങൾക്ക് കുറേ സബ്ജക്ട്സ് പഠിക്കാനില്ലേ, അപ്പോൾ ഞങ്ങൾ എങ്ങനെ ഇതെല്ലാം പ്ലാൻഡ് ആയിട്ട് ചെയ്യും? ഹാവ് എ പ്ലാൻ. ഹിയർ കംസ് ദി ഇമ്പോർട്ടൻസ് ഓഫ് വിഷ്വൽ ലേണിംഗ്. അതായത് നിങ്ങൾ പഠിക്കുന്ന സ്പേസ് ഏതാണെങ്കിലും, നിങ്ങളിപ്പം ഭയങ്കരമായിട്ട് ടെക്നോളജി യൂസ് ചെയ്ത് ടാബും ഇതെല്ലാം യൂസ് ചെയ്ത് ഓൺലൈനായിട്ടൊക്കെ പഠിക്കുന്ന മക്കളാണ് മിക്കവരും. എന്നാലും നമുക്ക്
കുറേയൊക്കെ വിഷ്വൽ ലേണിംഗ് നമ്മളെ അതുകൊണ്ടാണ് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നത്. സോ നമ്മൾ പഠിക്കുന്ന സ്പേസിൽ നിങ്ങൾക്കൊരു നല്ലൊരു വൈറ്റ് ബോർഡോ അല്ലെങ്കിൽ വലിയൊരു വൈറ്റ് ചാർട്ടോ ഒക്കെ ഉണ്ടെങ്കിൽ അതിൽ എഴുതി വെക്കുക. വൈറ്റ് ബോർഡാണ് ഏറ്റവും നല്ലത്. അതായത് ഈ ആഴ്ച ഞാൻ കവർ ചെയ്യാൻ പോകുന്നത് ഈ ടോപ്പിക്സ്, ഫിസിക്സ്, കെമിസ്ട്രി, ബോട്ടണി, സുവോളജിയിൽ ഈ ചാപ്റ്റേഴ്സ് ആണ്. നമ്മുടെ ബാച്ചസിൽ നമ്മളത് കവർ ചെയ്ത് പോകുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ നിങ്ങളിപ്പം ധീരയാകാം, ഫീനിക്സ് ആവാം, സൂപ്പർ കിങ്സ് ആവാം, കിങ്സ് 11 ആവാം, ഓർ യു മേ ബി ദ ഫാസ്റ്റ് ട്രാക്ക് ബാച്ച് സ്റ്റുഡൻസ്. നിങ്ങൾ ഏത് ബാച്ചിലെ സ്റ്റുഡൻ്റ് ആണെങ്കിലും നിങ്ങളുടെ ബാച്ചിൽ റൺ ചെയ്യുന്ന ടോപ്പിക് അവിടെ എഴുതുക. പ്ലസ് നിങ്ങൾ എന്താണോ ഈ ആഴ്ചയിൽ നിങ്ങൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്, നിങ്ങളുടെ സെൽഫ് സ്റ്റഡി ടൈമിൽ നിങ്ങൾ റിവൈസ് ചെയ്യാൻ എങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്, അത് വിസിബിൾ ആയിട്ട് അവിടെ എഴുതി വെക്കുക. സോ 1 ഡേ കഴിഞ്ഞ് ഞാൻ അതൊന്ന് നോക്കി, 3 ഡേയ്സ് കഴിഞ്ഞ് ഞാൻ റിവൈസ് ചെയ്തു, 7th ഡേ ഞാൻ റിവൈസ് ചെയ്തു. സോ 1st ഡേ, 3rd ഡേ, 7th ഡേ, ഇങ്ങനെ ഒരു 3 കോളം ഉണ്ടാക്കി വെച്ചിട്ട് ഈ ടോപ്പിക്സ് ആഴ്ചയ്ക്ക് നോക്കി പോയാൽ മതി. സോ ഇറ്റ്സ് ഗോയിങ് ടു ബി വെരി ഈസി ഫോർ യു ഇൻ ദി എൻഡ്. ഞാൻ പറയുന്ന ഫുൾ ചാപ്റ്റർ വായിക്കണം എന്നല്ല, ആ ചാപ്റ്ററിൻ്റെ ഫ്ലോ ഓർത്ത് നോക്കുക. അതിൽ ഒന്നും കിട്ടാത്തത് നമ്മൾ ഫ്ലോ ഓർത്ത് നോക്കുമ്പോൾ നമുക്ക് ഒരിക്കലും റിമെമ്പർ ചെയ്യാൻ പറ്റാത്തൊരു ടോപ്പിക് ഉണ്ടാവും. ദാറ്റ് ഈസ് യുവർ വീക്കസ്റ്റ് ടോപ്പിക് ഇൻ ദാറ്റ് ചാപ്റ്റർ. അത് മാത്രം ഒന്നും കൂടി പഠിച്ചാൽ മതി. ഓക്കെ. പിന്നെ അപ്പോൾ വിഷ്വൽ ലേണിംഗ് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ലൈക്ക് ഞാനൊക്കെ പണ്ട് പഠിക്കുമ്പോൾ ഇങ്ങനെ വാളിലും ഒക്കെ സ്റ്റിക്കി നോട്ട്സ് ആയിരുന്നു ഞാൻ യൂസ് ചെയ്തിരുന്നത്. ചെറിയ ചെറിയ സ്റ്റിക്കി നോട്ട്സ് എല്ലാ സ്ഥലത്തും ഉണ്ടാവും. എസ്പെഷ്യലി ഫിസിക്സിലൊക്കെ എനിക്ക് ഓർക്കാൻ പറ്റാത്ത ഇക്വേഷൻസ് ഒക്കെ ഞാൻ കുറേ എഴുതി എല്ലാ സ്ഥലത്തും ഒട്ടിച്ച് വെക്കുമായിരുന്നു. എവിടെ നോക്കുമ്പോഴും ആ ഇക്വേഷൻ ഉണ്ടാവും. അങ്ങനെ അത് റിമെമ്പർ ചെയ്യാൻ ഞാൻ ശ്രമിക്കുമായിരുന്നു. സോ വിഷ്വൽ ലേണിംഗ് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. നിങ്ങളുടെ NCERT-യിലാണെങ്കിലും ബുക്കിലാണെങ്കിലും നിങ്ങൾക്ക് ഏതെങ്കിലും ഒക്കെ ചാപ്റ്ററിൽ ഓർക്കാൻ ഒട്ടും ഒട്ടും ഓർത്തിരിക്കാൻ പറ്റാത്ത ടോപ്പിക് ഉണ്ടെങ്കിൽ അത് സ്റ്റിക്കി നോട്ട്സിൽ എഴുതി വെക്കുക. ഫ്ലോ ആയിട്ട് ഒന്ന് ഒരു ചാപ്റ്റർ ഫ്ലോ എഴുതി വെച്ച് നോക്കുക, ഷോർട്ട് ഫോംസ് എഴുതി വെക്കുക. ഇറ്റ് വിൽ ഹെൽപ്പ് യു. പിന്നെ നമുക്ക് ഇപ്പം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ലേ, ഈ വിഷ്വൽ ലേണിങ്ങിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. നമ്മളിപ്പം പല കേസസ് ഒക്കെ സോൾവ് ചെയ്യാൻ നമ്മൾ ഈ ക്രൈം മൂവീസിലൊക്കെ കാണുന്നതാണ് അല്ലേ. ഇൻവെസ്റ്റിഗേറ്റർ ഒരു വലിയ വാള്, ആ വാളിൽ ഇങ്ങനെ എല്ലാം കണക്ട് ചെയ്ത് കുറേ ഇതൊക്കെ ന്യൂസ് പേപ്പർ കട്ടിങ്സ് ഒക്കെ ഒട്ടിച്ച് എല്ലാം കണക്ട് ചെയ്ത് എല്ലാ ഡോട്ട്സും കണക്ട് ചെയ്ത് കേസ് സോൾവ് ചെയ്യാൻ നോക്കുന്നത്. അതെന്താണ് ഇന്നത്തെ കാലത്ത് അവർ പിന്നെ ഓൾഡ് സ്കൂൾ മെത്തേഡ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? അവർക്ക് മറ്റേ ഐപാഡും ഇതൊക്കെ യൂസ് ചെയ്തിട്ട് അല്ലേ ഭയങ്കര എഫക്റ്റീവായിട്ട് ചെയ്തൂടെ? സോ വൈ സം പീപ്പിൾ സ്റ്റിൽ ഡൂ ദാറ്റ്? ബിക്കോസ് അതിന് ഭയങ്കര എഫക്റ്റ് ഉണ്ട്. നമ്മൾ ഒരു വലിയ വാളിൽ നമ്മൾ ചെയ്യുന്ന പ്ലാൻ ചെയ്യുന്ന കാര്യങ്ങളും ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളും കംപ്ലീറ്റ് ചെയ്ത കാര്യങ്ങളൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് മാർക്ക് ചെയ്യുന്നത് നമ്മളെ ഭയങ്കരമായിട്ട് പോസിറ്റീവ്ലി ഇൻഫ്ലുവൻസ് ചെയ്യും. അപ്പോൾ മക്കൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ എനിക്ക് പറയാനുള്ളത് നമ്മളുടെ ഇമോഷണൽ കണക്ഷൻ്റെ കാര്യമാണ്. അതായത് ഇപ്പം നമുക്ക് ഇഷ്ടമുള്ള ഒരു സിനിമയുടെയോ എന്തെങ്കിലും ഒരു സീരീസിൻ്റെയോ ഒക്കെ ഡയലോഗ്സും എത്ര വർഷം മുമ്പ് കണ്ടതാണെങ്കിലും നമ്മളത് സ്റ്റിൽ ഓർത്തിരിക്കും. അപ്പോൾ എനിക്ക് K-ഡ്രാമ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ K-ഡ്രാമയിൽ ചില സീരീസിലൊക്കെ ഫുൾ സ്റ്റോറീസ് സീൻ ബൈ സീൻ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ബിക്കോസ് ഞാൻ ഭയങ്കര ഇമോഷണലി കണക്റ്റഡ് ആയിട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ട് കണ്ടതാണ് അതൊക്കെ. സോ അതേപോലെ നിങ്ങൾക്കും ഉണ്ടാവും. നമ്മൾ അവരുമായിട്ട് ഇമോഷണലി കണക്ട് ആയതുകൊണ്ടാണ് നമുക്കത് ഓർത്തിരിക്കാൻ പറ്റുന്നത്. അപ്പോൾ സ്റ്റഡീസിൽ നമ്മളിത് എങ്ങനെ അപ്ലൈ ചെയ്യും? വാട്ട് വി ക്യാൻ ഡു ഇസ് നമ്മൾ ഇതേപോലെ സ്റ്റോറീസ് കൊണ്ടുവരിക. ഇപ്പം ഞാൻ ബോട്ടണിയൊക്കെ പഠിപ്പിക്കുമ്പം എപ്പോഴും നിങ്ങൾക്ക് മോർഫോളജിയിലൊക്കെ കുറേ സ്റ്റോറീസ് പറഞ്ഞു തന്നിട്ടുണ്ട്. നമ്മളെ റിയൽ ലൈഫ് സിറ്റുവേഷൻസോ ആയിട്ട് കണക്ട് ചെയ്ത് ചെറിയ ഫണ്ണി സ്റ്റോറീസോ വല്ല കാർട്ടൂൺസോ ന്യൂമോണിക്സോ നിങ്ങൾക്ക് എന്താണോ ഇഷ്ടം. ഇപ്പം അനീം ഇഷ്ടമുള്ള കുറേ പേരുണ്ട്. അപ്പം അനീം റിലേറ്റഡ് ആയിട്ടുള്ള അവരുടെ ക്യാരക്ടേഴ്സിൻ്റെ പേരൊക്കെ വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ സ്റ്റോറീസ് ഉണ്ടാക്കി നോക്കുക. സോ ആ സ്റ്റോറീസിലൂടെ നമുക്ക് എപ്പോഴും ഒട്ടും ഓർമ്മിക്കാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങൾ നമുക്ക് റീകോൾ ചെയ്യാൻ പറ്റും. സ്റ്റോറീസ് വിൽ ഡെഫിനറ്റ്ലി ഹെൽപ്പ് യു ബിക്കോസ് നമ്മളൊരു ഇമോഷണൽ കണക്ഷൻ അതുമായിട്ട് ഡെവലപ്പ് ചെയ്തെടുക്കും. ഓക്കെ. പിന്നെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ് മക്കളെ ഡീപ്പ് വർക്ക്. നിങ്ങൾ ടോപ്പർ അല്ല, ആവറേജ് അല്ല, നിങ്ങൾ ആരാണെങ്കിലും ഓക്കെ, എൻഡ് ഓഫ് ദ ഡേ യു ഹാവ് ടു ഡു സം ഡീപ്പ് വർക്ക് ഇൻ ടു യുവർ ലേണിംഗ്. അതായത് ഡീപ്പ് വർക്ക് എന്ന് പറയുന്നത് നിങ്ങൾ കുറേ മണിക്കൂർ ഒരുമിച്ചിരുന്ന് പഠിക്കുന്നതല്ല, പക്ഷെ പഠിക്കുന്നത് ഒരു 2 മണിക്കൂറാണെങ്കിലും ഫോക്കസ്ഡ് ലേണിംഗ്. അതിനെങ്ങനെയാണ് നമുക്ക് പറ്റുക? ഫസ്റ്റ് ഡിസപ്പിയർ. പ്ലീസ് കം ഔട്ട് ഓഫ് ഓൾ ദ ഡിസ്ട്രാക്ഷൻസ്. എന്താണ് നിങ്ങളെ ഡിസ്ട്രാക്ട് ചെയ്യുന്നത്? ഫോണാണോ, സോഷ്യൽ മീഡിയ ആണോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ആണോ, സംസാരമാണോ, വീട്ടിലെ സിറ്റുവേഷൻ ആണോ? സോ എന്താണോ നിങ്ങളെ ഡിസ്ട്രാക്ട് ചെയ്യുന്നത്, കം ഔട്ട് ഓഫ് ഇറ്റ്. വീട്ടിലിരുന്ന് പഠിക്കാൻ പറ്റുന്നില്ലേ, പുറത്ത് വീടിനടുത്ത് ഏതെങ്കിലും സ്കൂളോ ലൈബ്രറിയോ എന്തെങ്കിലും ഉണ്ടാവുമല്ലോ, അവിടെ പോയിരിക്കുക. അല്ലെങ്കിൽ ചേർച്ചോ അങ്ങനെ ഏതെങ്കിലും സ്ഥലം ഉണ്ടാവുമല്ലോ, പീസ്ഫുള്ളായിട്ട് നിങ്ങൾക്ക് പോയിരുന്ന് പഠിക്കാൻ പറ്റുന്ന എവിടെയാണോ പോയിരിക്കുക. പ്ലീസ് ടേക്ക് യുവർ സെൽഫ് ഔട്ട് ഓഫ് ഡിസ്ട്രാക്റ്റിംഗ് സിറ്റുവേഷൻസ്. ബേസിക് തിങ്. സെക്കൻഡ് തിങ് ഈസ് മൈൻഡിനെ ഫോക്കസ് ചെയ്യാനായിട്ട് കുറച്ചൊക്കെ മെഡിറ്റേഷൻസും മൈൻഡ് റിലാക്സ് ചെയ്യുന്ന കുറച്ച് മെത്തേഡ്സൊക്കെ ട്രൈ ചെയ്യുക. പിന്നെ ഹെൽത്തി ഹാബിറ്റ്സ് റിറ്റെയിൻ ചെയ്യുക. ഇതൊക്കെ മൈൻഡിൻ്റെ ഫോക്കസ് കൂട്ടാൻ ഒരുപാട് മെത്തേഡ്സിൻ്റെ മുമ്പും മാം പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ആൻഡ് ഓൾസോ ഞാൻ പറഞ്ഞു നമുക്കൊരു ലേണിംഗ് പാർട്ട്ണർ ഉണ്ടെങ്കിൽ അവരെ പഠിപ്പിച്ചു കൊടുക്കുന്നത് നമ്മളെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. പക്ഷേ നമ്മളെ ഡിസ്ട്രാക്ഷൻസ് ഒന്ന് ഒഴിവാവാൻ നോക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് കുറേ ഫ്രണ്ട്ഷിപ്സും സംസാരങ്ങളും ഒക്കെ കട്ട് ഓഫ് ചെയ്യേണ്ടി വരും. ബട്ട് ദാറ്റ്സ് ഓക്കെ.
നിങ്ങൾ ആ ഫോക്കസ്ഡ് ആയിട്ട് പഠിക്കുന്ന സമയം, നിങ്ങൾ 2 hours ഞാൻ ഡെഡിക്കേറ്റഡ് ആയിട്ട് പഠിക്കാൻ പോകണം. ഞാൻ ഈ ചാപ്റ്റർ ഈ സമയത്തിൻ്റെ ഉള്ളിൽ തീർക്കും. ഈ ഫസ്റ്റ് 5 minutes ഞാൻ ഇത് ചെയ്യും. നെക്സ്റ്റ് ഓരോ മിനിറ്റും നിങ്ങൾ എന്താ ചെയ്യാൻ പോകുന്നത് പ്ലാൻ ചെയ്തിട്ട് ഒന്ന് പഠിച്ചു നോക്കിക്കേ. ഇറ്റ് വിൽ വർക്ക് ഔട്ട്. അപ്പോൾ അത് എത്ര ടഫസ്റ്റ് ടോപ്പിക് ആണെങ്കിലും നിങ്ങൾക്ക് ആ സ്റ്റിപ്പുലേറ്റഡ് ടൈമിൽ ഡീപ്പ് വർക്ക് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നും നമ്മൾ ചിന്തിക്കില്ല. വേറെ ഒരു കാര്യവും നമ്മുടെ മനസ്സിലില്ല. നീറ്റ് എക്സാമിൻ്റെ ടഫ്നെസ് ഇല്ല, എനിക്കിത് അറിയില്ല എന്നില്ല, ഫ്രണ്ട്സിൻ്റെ കാര്യമില്ല, മോക്ക് എക്സാമിലെ മാർക്കില്ല, GIBയുടെ സ്കോർ, ഒന്നുമില്ല. നത്തിങ് ഈസ് ഇൻ യുവർ മൈൻഡ്. വീട്ടിലെ പ്രശ്നങ്ങൾ, ഫിനാൻഷ്യൽ ഇഷ്യൂസ്, ഇമോഷണൽ ഇഷ്യൂസ്, ഫ്രണ്ട്ഷിപ്പ് ഇഷ്യൂസ്, ഒരു കാര്യമില്ല. യു ആർ ഓൺലി തിങ്കിങ് അബൌട്ട് ദാറ്റ് ചാപ്റ്റർ. ഈ മണിക്കൂറിൻ്റെ ഉള്ളിൽ ഞാനിത് തീർക്കും എന്ന് നിങ്ങൾ ഡിസൈഡ് ചെയ്യാണ്. സോ ദാറ്റ് ഈസ് ഡീപ്പ് വർക്ക്. അതൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കിക്കേ. അപ്പോൾ ഞാൻ കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നു. നിങ്ങളിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഡെഫിനറ്റ്ലി ഇറ്റ് വിൽ ഹെൽപ്പ് യു. നിങ്ങൾക്ക് എഫക്റ്റീവായിട്ട് റിവൈസ് ചെയ്യാൻ പറ്റും, ഫോക്കസ്ഡ് ആയിട്ട് പഠിക്കാൻ പറ്റും. ഇനിയും കുറേ മെത്തേഡ്സ് ആയിട്ട് മിസ് വരുന്നുണ്ട്. ഐ ഹോപ്പ് ദിസ് വിൽ ബി ഹെൽപ്ഫുൾ ഫോർ യു. അപ്പോൾ ഈ വീഡിയോ ഹെൽപ്ഫുൾ ആയാലും എല്ലാവരും ഒന്ന് അറിയിക്കുക കേട്ടോ. താങ്ക് യു സോ മച്ച്. ബൈ.